വഴക്കുണ്ടാക്കുകയും ചെയ്തു. നിങ്ങളെ വിട്ടു പിരിയേണ്ടി വരുമെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് ഭയന്നു അമ്മേ. എനിക്ക് നല്ലത് സംഭവിക്കുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞാനതൊന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല. പക്ഷെ അദ്ദേഹത്തെ കണ്ട ശേഷം നിങ്ങളുടെ തീരുമാനം എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടമ്മേ. എന്താ ഏട്ടാ എന്നെ അങ്ങനെ നോക്കുന്നേ? അമ്മ അനുനും കീർത്തിക്കും ഈ വീട്ടിൽ കളിക്കാനൊന്നും ഇല്ലെന്നും ഇവിടെ ബോറടിക്കുന്നെന്നും പറയുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ പരിചയക്കാരുടെ തോട്ടമുണ്ട്. എല്ലാവർക്കും അവിടെ പോയി കളിച്ചാലോ? അതെ, വളരെ നല്ല തോട്ടം അത്. നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. വേണ്ട മോളെ വസു, അവിടെ ഒരുപാട് മുൾച്ചെടികളൊക്കെ ഉണ്ട്, നിറയെ പ്രാണികളും ഉണ്ടാവും. കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? സാരമില്ല ആന്റി, കുട്ടികൾ നമ്മുടെ തോട്ടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുമാത്രമല്ല വസുന്ധരയും തോട്ടത്തിലേക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കല്ലേ. എന്നാ പിന്നെ ഒന്ന് ചുറ്റിയിട്ട് വന്നേക്കാം. ശരി, ശ്രദ്ധിച്ചു പോയിട്ടോ അമ്മനെ. നീലാകാശം നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ, ഈരന്മേഘം നീന്തി വന്ന കനവെന്ന് തോന്നിയരികേ, കാതിലോതുവാനൊരുങ്ങിയോ ആദ്യമായൊരീരടി. ഇവളെന്താ കുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ. ഉണ്ണി ഉണ്ണി അനു കീർത്തി കം കം വേഗം വേഗം വാ. നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ, നീന്തി വന്ന കനവെന്ന് തോന്നിയരികേ. അച്ഛാ, ഞങ്ങൾക്ക് ആ മാങ്ങ പറിച്ചു തരുമോ? ഓക്കെ. കാണാപ്പൂവിൻ തേനും തേടി താഴ്വാരങ്ങൾ നീളെ തേടി ഞാൻ എന്തിനു വേനലിൽ വർഷ
ഈ മാങ്ങ ഇപ്പൊ എങ്ങനെയാ പറിക്കുക? കല്ലെറിഞ്ഞ് വീഴ്ത്തച്ചാ. തെറ്റ്. ഇത് നമ്മുടെ തോട്ടമല്ല. കുഴപ്പമില്ല ഏട്ടാ, ഇത് നമുക്ക് അറിയാവുന്നവരുടെ തോട്ടാ, ഒന്നും പറയില്ല. എങ്കിൽ പിന്നെ മരത്തിന്റെ മോളിൽ കയറി മാങ്ങ പറിക്കച്ചാ. നിങ്ങളുടെ അച്ഛൻ മരം കയറാനോ? എന്താ, എനിക്ക് കയറാൻ അറിയില്ലെന്നാണോ വിചാരം? ആ, എന്നാ കേറിക്കോ നോക്കട്ടെ. അങ്ങനെയല്ല അമ്മേ, അച്ഛൻ വിചാരിച്ച അച്ഛൻ എന്തും ചെയ്യാൻ പറ്റും. കമോൺ അച്ഛാ, മരത്തിൽ കേറിക്കോ. കമോൺ അച്ഛാ, മരത്തിൽ കേറ്. പെട്ടെന്ന് കേറച്ചാ. കമോൺ അച്ഛാ. അവളെ കണ്ടപ്പോ ഞാൻ ഞെട്ടി, കള്ള കണ്ണുള്ള പെൺകുട്ടി, അവളുടെ മഞ്ചുള്ള ചെറുകിട്ടി, എന്റെ നെഞ്ചിലെ ലഡു പൊട്ടി പൊട്ടി പൊട്ടി. കമോൺ കമോൺ കമോൺ. പൊട്ടി ദിദി 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 സിനദായി. നടന്നിട്ട് തേഞ്ഞിട്ടി, ചെരുപ്പിണ്ടാറും ദേ പൊട്ടി, അവളുടെ നമ്മക്ക് പിടികിട്ടി, എന്റെ കരണത്ത് ദേ പൊട്ടി 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 പൊട്ടി. ദിദി 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 സിനദായി. ലുക്കിലിവനൊരു മമ്മൂട്ടി, യെസ് മൂളിയതേ കട്ടി, അവള് പറയുന്ന പോപ്പട്ടി, യവന്റെ ഹൃദയം ദേ പൊട്ടി കമോൺ അച്ഛാ. പൊട്ടി 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 പൊട്ടി. ആദ്യാനുരാഗം തീയായി മാറി, ആത്മാവിനാഴം വേവുന്നേ, കാണേണ്ട ഒരാളോ കാണാതെ പോകെ, ഏകാന്ത മൗനം നീറുന്നേ, അറിയാതെ പറയാതെ വിടവാങ്ങുന്നു നീ, പിരിയാതെ വഴിയോരു. പണി കിട്ടുക പറഞ്ഞ ഇങ്ങനെ തന്നെ കിട്ടണം. ആവശ്യമില്ലാതെ കയറി ഏറ്റതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഐ ഗീവ് അപ്പ് കേട്ടോ. ഐ എം സോറി, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ കയ്യിൽ പിടിച്ചോ. വെള്ളാരം കല്ലിന്മേൽ വെള്ളി നിലാവില്ലേ, തുള്ളിത്തുളുമ്പും പൂമണിപ്പെണ്ണിൻ പാദസരം തീർക്കാൻ, മടിച്ചിട്ടത്ത് മുറുക്കാൻ തെറുത്തു തരാം, വരമ്പിൽ കല്യാണം കൂടാനായി നെല്ലുല പന്തലിതാ. എന്താ അച്ഛായി കാണിച്ചത്? അത് എനിക്ക് ഗ്രിപ്പ് കിട്ടിയില്ല, ഗ്രിപ്പ് മിസ്സായി. എന്താ അച്ഛാ, ഞങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തല്ലോ. അച്ഛനൊരു ചെറിയ മരം പോലും കയറാൻ അറിയില്ലേ?
മരം കയറുന്നത് ഒരു കലയാ. അതെല്ലാരെയും കൊണ്ടൊന്നും പറ്റില്ല. തന്നെ കൊണ്ട് പറ്റുമോ? അതെന്താ പറ്റാത്ത? എന്നാ പിന്നെ താനൊന്ന് മരത്തിൽ കയറി പറിച്ചു നോക്ക്. ഇപ്പൊ കണ്ടോ? വസുന്ധര, ബി കെയർഫുൾ. ഇത് മതി അമ്മേ. എന്താ ഏട്ടൻ എന്നെ അങ്ങനെ നോക്കുന്നേ? താനെപ്പോഴാണോ ഈ മരം കയറാനൊക്കെ പഠിച്ചേ? അതൊക്കെ ഞാൻ പണ്ടേ പഠിച്ചതാ. എന്തായാലും അത് ഇപ്പൊ ഉപകാരപ്പെട്ടല്ലോ. കഴിക്കേട്ടാ, ഏട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് പറിച്ചതാ. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. അനനടയിലും നാണം, നിലയിലും നാണം, ഇതടിമൊടിയൊരു നാണം. പനി നല്ല പുളിയുണ്ടല്ലോ. എന്തായാലും ഇത് പച്ചക്ക് കഴിക്കാൻ പാടാ. അതുകൊണ്ടാ ഞാൻ ആദ്യമേ ഉപ്പും മുളകും ഒക്കെ എടുത്തിട്ട് വന്നത്. നിറയും നിമിഷം മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. അനനടയിലും നാണം, നിലയിലും നാണം, ഇതടിമുടിയൊരു നാണം.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ, ഞാൻ നിങ്ങളുടെ ടെമ്പററി ബോസ് കാർത്തിക. ഓഫ് കോഴ്സ് താമസിയാതെ പെർമനന്റ് ബോസ് ആവുമെന്ന് കരുതിക്കോളൂ. സോ എന്നെ വിഷ് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഓക്കെ. ഇവളുടെ ബിൽഡപ്പ് കുറച്ച് ഓവർ ആണല്ലോ ഏട്ടാ. 2 ദിവസത്തേക്കല്ലടാ അനിയ, അങ്ങ് വിട്ടേക്കാം. അഖിൽ, വേർ ഇസ് മൈ ക്യാബിൻ? നിന്റെ ഈ ഓഞ്ഞ മോന്തയ്ക്ക് എന്തിനടി ക്യാബിൻ? പോയി ആ മൂലയ്ക്ക് എങ്ങനെ ഇരിക്കുക. ഹലോ, ഇപ്പൊ ഞാൻ നിന്റെ ബോസ് ആണ്. അഭിയേട്ടൻ സാധാരണ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാ ഞാനും അവിടെ പോയി ഇരുന്നോളാം. നീ വെറുതെ ഓവർ ആക്കല്ലേടി. അവളുടെ ആഗ്രഹമല്ലടാ, അവിടെ പോയി ഇരുന്നോട്ടെ. ഏട്ടൻ വെറുതെ ഇവളെ എൻകറേജ് ചെയ്യല്ലേ. 2 ദിവസത്തേക്കല്ലടാ, നീ ഒന്ന് ക്ഷമിക്കേ. അവിടെ ഏട്ടന്റെ ക്യാബിൻ. പോയി മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ നോക്ക്. അവിടെ എന്തിലേലും തൊട്ടാലുണ്ടല്ലോ. താങ്ക് യു. ദൈവമേ, ഈ 2 ദിവസം ഒരു ഈവന്റും വരാതെ അങ്ങ് കാത്തോണേ. വാ ഏട്ടാ. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങൾ ഇന്ന് വൈകുന്നേരം മോളുടെ മൈലാഞ്ചിയിടൽ ചടങ്ങാണ്. നിങ്ങൾ ആ ഫംഗ്ഷൻ നടത്തണം. എന്താ ഭഗവാൻ ഇത്? ഈവന്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോ കൊണ്ടുവന്നിരിക്ക. അഖിൽ, എന്താന്ന്? ഏതോ ക്ലയൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അകത്തേക്ക് വിട്. ഇരിക്കൂ. കാര്യം എന്താന്ന് പറയൂ. നിങ്ങളെ കൊണ്ട് ഈവന്റ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? ഇന്ന് മോളുടെ മൈലാഞ്ചിയിടൽ ചടങ്ങ് നടത്തണം. പിന്നെന്താ ചെയ്യാലോ. ബഡ്ജറ്റ് പറഞ്ഞോളൂ. 3 ലക്ഷം. ഞങ്ങളുടെ ഫീസ് 1 lakh, അഡ്വാൻസ് 50,000. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അറേഞ്ച്മെന്റ്സ് എല്ലാം ഉടനെ ആരംഭിക്കാം. അഭിരാം സാർ ഉണ്ടെന്ന് കരുതിയാ വന്നേ. നിങ്ങൾ ഇവന്റ് ഭംഗിയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഈവന്റ് ചെയ്യണമെന്നുള്ള ഐഡിയ ഞങ്ങൾക്കും ഇല്ല. നിങ്ങൾ പൊയ്ക്കോ. അതെന്താടാ, മൈലാഞ്ചി ഇടൽ ചടങ്ങല്ലേ, അത് നമുക്ക് തന്നെ ചെയ്യാം. ഇതൊരു മൈലാഞ്ചി ഇടൽ ചടങ്ങല്ലേ അഖിൽ? എന്റെ മൈലാഞ്ചി ഇടൽ ചടങ്ങ് എന്റെ മോമും ഡാഡും ഗംഭീരമായിട്ടല്ലേ നടത്തിയത്. അതുപോലെ ഇവരുടെ മകളുടെ ഫംഗ്ഷനും നടത്തിയേക്കാം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടോ? ഞാനിവിടെ ഉണ്ടല്ലോടാ, ഡോൺ വറി. നിങ്ങൾ പേടിക്കണ്ട. എന്റെ അനിയൻ അഭി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നോ അതുപോലെ തന്നെ ചെയ്തു തരും. ഒരു ടെൻഷനും വേണ്ട. അതിനേക്കാൾ സൂപ്പറായിട്ട് നടത്താം. ഡോൺ വറി. ശരി, വേറൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ഏട്ടാ അഖിൽ, നിങ്ങൾ പോയി സ്റ്റാഫിനോട് അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കൂ. പോക്കോളൂ. അങ്ങനെയല്ല കാർത്തിക, ഞാൻ പറയുന്ന. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഗോ അഖിൽ, ഗോ. പറഞ്ഞോളൂ, എന്താ കാര്യം? നിങ്ങൾ ചോദിച്ച പൈസ ഞങ്ങൾ തരാം. ഫംഗ്ഷൻ ഭംഗിയായിട്ട് ചെയ്തു തരാമെങ്കിൽ എക്സ്ട്രാ 50,000 കൂടി തന്നേക്കാം.
ഗുഡ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഫംഗ്ഷൻ നടത്തി എക്സ്ട്രാ 50,000 വാങ്ങിക്കൊള്ളാം. എന്നാൽ ഫംഗ്ഷൻ നിങ്ങൾ ഭംഗിയാക്കിയില്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് 50 ലക്ഷം തരേണ്ടി വരും. 50 ലക്ഷമോ? ഒരു സാധാരണ മൈലാഞ്ചി കല്യാണമല്ലേ?